إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ടുള്ളത് കൃത്യമായ ചില ഉദ്ദേശങ്ങളും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്. അല്ലാഹു തആല അത് നമ്മോട് വിവരിക്കുന്നുമുണ്ട്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു പറയുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ വെറും നേരം പോക്കിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണെന്ന്. അന്നമാ ഖലഖനാകും അബസ, അബസ എന്നുള്ളതൊരു നേരം പോക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളെല്ലാവരും എന്നിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണെന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞു വെച്ചത്. ഒന്ന്,
ജീവിതം ഒരു അബസ് അല്ല. അബസ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോ അവിടെ മക്കള് മണല് കൊണ്ട് വല്ല രൂപങ്ങളും ഉണ്ടാക്കും, ശില്പങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അവിടെ ബീച്ചിൽ സൈഡിൽ നമ്മൾ എഴുതി വെക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തിര വരുന്നതോടുകൂടി ഇതെന്ത് ചെയ്യും? ആ തിര എടുത്തു കൊണ്ടുപോകും. ഒരു കളിതമാശ എന്നോണം നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണത്. അങ്ങനെ ഒരു കളിതമാശയല്ല നിങ്ങളുടെ ജീവിതമെന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വന്നക്കും ഇലൈന ലാ തുർജഊൻ. നിങ്ങൾ കരുതുന്നുണ്ടോ ആളുകൾ വയസ്സായി മരണമടഞ്ഞു കഴിയുന്നതോടുകൂടി എല്ലാം തീർന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലല്ലോ, മറിച്ച് എന്നിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടും, നിങ്ങൾ തിരിച്ചു വരപ്പെടും അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിലെ സുപ്രധാനമായ രണ്ട് സമീപനങ്ങളെ പറ്റി നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ വളരെ പ്രാധാന്യപൂർവം നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തആല ഇവിടെ ഓർമ്മിപ്പിച്ചത്. ഒരു മാതാവാകട്ടെ, ഒരു പിതാവാകട്ടെ, അല്ലെങ്കിൽ ഇണതുണകളാകട്ടെ, മക്കളാകട്ടെ, നമ്മുടെ ഇടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണെന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നാം എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, നമ്മിൽ പടച്ചവന്റെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെയാണ് അല്ലാഹു തആല ഇതിലൂടെ നമ്മോട് ചോദിക്കുന്നത്. ഇതേ ആശയം വരുന്ന സൂറത്ത് റൂമിലെ 2 ആയത്തുകളാണ് ആമുഖത്തിൽ ഞാൻ ഓതി വെച്ചത്. അല്ലാഹു തആല പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖകും. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തത്താൽ, ആ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത്. നിങ്ങളുടെ ആദ്യ പിതാവിനെ ഇതിന്റെ നേർസാക്ഷ്യം എന്നോണം അള്ളാഹു അവന്റെ കൈകളിൽ നിന്നും പടച്ചു. എന്നിട്ട് പറയുന്നു, സുമ്മ ഇദാ അൻതും ബശറും തൻതശിറൂൻ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, വലിയ നമുക്കെല്ലാം അമ്പരപ്പുണ്ടാക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണിത്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത്, ആദ്യം മനുഷ്യനെ പടച്ചു. മനുഷ്യനെ പടച്ച് ആ മനുഷ്യനെ പടക്കുന്നത് പോലെയല്ല പിന്നീട് മനുഷ്യനെ ഓരോ സൃഷ്ടികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചതെന്നാണ്. മറിച്ച് അതിനൊക്കെ ഒരു തുടർച്ചയുണ്ടാകണം, ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകണം എന്നൊരു ബോധത്തിൽ തന്നെ അല്ലാഹു തആല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അല്ലാഹു തആല ഒരു കൃത്യമായ ഒരു ക്രമം എന്ത് ചെയ്തു? ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചു എന്നുള്ളതാണ്. ആ ക്രമത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്, പടച്ചു വിട്ടു. അള്ളാഹുവിന്റെ വലിയ അപാരമായ അനുഗ്രഹത്തെ അല്ലാഹു തആല ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അഥവാ ഈ ഭൂമി ലോകത്ത് പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും ഒരു മാതാവ് ഉണ്ടാകണം, ഒരു പിതാവ് ഉണ്ടാകണം, അവർക്കൊരു ചിട്ട ഉണ്ടാകണം, ഒരു ക്രമം ഉണ്ടാകണം എന്നൊരു ബോധത്തോടു കൂടി പടച്ച റബ്ബ് തന്നെ സംവിധാനിച്ച സംവിധാനമാണത്. അല്ലാഹു തആല പറയുന്നത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ എന്നുള്ളതാണ്. എന്താണ്? നിങ്ങളിൽ തന്നെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്തു? ജോഡികളെ നിശ്ചയിച്ചു തന്നു. നിങ്ങളിൽ നിന്ന് തന്നെ ആണിനെയും പെണ്ണിനെയും പരസ്പരം പൂരകങ്ങളാക്കി അല്ലാഹു തആല ഇവരെ സംവിധാനിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഇതെന്തിനാണെന്ന്, ഇതിന്റെ ഉദ്ദേശം എന്താണ് അല്ലാഹു തആല ഇതിന്റെ ലക്ഷ്യങ്ങൾ എടുത്തു പറയുന്നിടത്ത് അല്ലാഹു പറയുന്നു, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സുക്കൂൻ ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്ക് സക്കീനത്ത് ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്കൊരു സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇത് സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നുള്ളതാണ്. അതിനുവേണ്ടി അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ സംവിധാനിച്ചിട്ടുള്ള പ്രത്യേകമായ 2 സംവിധാനങ്ങളുണ്ട്, 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നിറച്ചു വെച്ചു എന്ന് പറയുകയാണ്. അതിലൊന്നാമത്തേത് മവദ്ദത്താണ്, സ്നേഹമാണ്. ഇത് മവദ്ദത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വെറും സ്നേഹമല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട സ്നേഹം എന്നാണ് ഇതിന്റെ വിശദീകരണം എന്നോളം മുഫസ്സിരീങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഇണതുണകൾക്കിടയിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും ഉണ്ടാകേണ്ട ഒന്നാണ് മവദ്ദത്ത് എന്നുള്ളത്.
പക്ഷേ ആ സ്നേഹം മാത്രം മതിയാകുമോ? അത് മതിയാകുകയില്ല എന്നാണ് പടച്ചറബ് പറയുന്നത്. ഈ സ്നേഹം പ്രത്യക്ഷത്തിൽ പ്രകടമാക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം, ചില ഘട്ടങ്ങൾ വന്നുകൂടിയേക്കാം. ആ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ള മറ്റൊന്നാണ് റഹ്മ എന്നുള്ളത്, കാരുണ്യം എന്നുള്ളത്. ഈ മവദ്ദത്തും ഈ റഹ്മത്തും നിറച്ച ഒന്നാണ് നമ്മുടെ ഇണതുണകൾക്കിടയിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ വളരെ സുന്ദരമായ ജീവിത രീതി എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണെന്ന് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇന്ന ഫീ ദാലിക ആയാതിൻ ലിഖൗമി യതഫക്കറൂൻ എന്നാണ്. ഒന്ന് ആലോചിക്കുന്നവർക്ക്, ഒന്ന് ചിന്തിക്കുന്നവർക്ക് ആർക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പങ്കുവെച്ച് കാരുണ്യം ചൊരിഞ്ഞ് ഇണയും തുണയുമായി താങ്ങായി തണലായി നമുക്ക് ജീവിതം ഹൃദ്യമാക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു തആല തന്നെ തന്റെ സൃഷ്ടികളോട് എടുത്തു പറയുന്ന ഒരു ഘട്ടം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഖുർആൻ പ്രയോഗിച്ച പദം മവദ്ദത്ത് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിന് തുല്യമായ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അഥവാ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും പ്രാധാന്യമേറിയിട്ടുള്ള ഒരു പദപ്രയോഗമാണ് മവദ്ദത്ത് എന്നുള്ളത്. അറബി ഭാഷയിൽ നമുക്ക് സ്നേഹത്തിന് ഹുബ് എന്ന് പറയും. ഹുബ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നുള്ളതാണ്. അഥവാ ഇഷ്ടം, സ്നേഹം എന്നൊക്കെ നമ്മൾ ഹുബ് കൊണ്ട് അർത്ഥമാക്കും. പക്ഷേ അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം മവദ്ദത്ത് എന്നുള്ളതാണ്. എന്താണ് ഈ മവദ്ദത്ത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇണതുണകൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട വൈകാരികമായ ഒരു സ്നേഹത്തെ, ഒരു ബന്ധത്തെയാണ് അല്ലാഹു തആല ഇതിലൂടെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. പെരുകിക്കൂടുന്ന സ്നേഹം എന്നാണ് ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുക. അഥവാ ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ കൂടുന്ന ഒന്നായിട്ടാണ് മവദ്ദത്തിനെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് ആ ദിനരാത്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിന്റെ പേരല്ല മവദ്ദത്ത്. മറിച്ച് ജീവിതകാല അടിസ്ഥാനത്തിൽ ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും പെരുകിക്കൂടുന്ന, കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്ന ഒന്നായിട്ടാണ്, പിന്നെയും പിന്നെയും കൂടുന്ന ഒന്നായിട്ടാണ് മവദ്ദത്തിനെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഹുബിനെ പറ്റി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇഷ്ടം എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിത യാത്രക്കിടയിൽ ഇത് ഒരു ആകർഷണത്തിന്റെ, ഒരു അട്രാക്ഷന്റെ മാത്രം പദപ്രയോഗമാണ് ഹുബ് എന്നുള്ളത്. അത് ഒരു നിശ്ചിത കാലഘട്ടാടിസ്ഥാനത്തിലൊക്കെ വന്നു പെട്ടേക്കാം എന്നുള്ളതാണ്. നമുക്ക് കുട്ടിക്കാലത്ത് പല ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമുക്ക് പല ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതിനി നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ചില ഇഷ്ടങ്ങൾ വന്നു ചേർന്നേക്കാം. അതുകൂടാതെ നമുക്ക് വാർദ്ധക്യത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറിയേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിത യാത്രക്കിടയിൽ നമ്മൾക്ക് പല ഘട്ടങ്ങളിലും പല ഇഷ്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല ഇണതുണകൾക്കിടയിലുള്ള ഇഷ്ടമെന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. നമുക്ക് പല ഭക്ഷണ പദാർത്ഥങ്ങളും ഇഷ്ടമാണ്. നമ്മൾ അനേകം കൂടുതൽ ഭക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. എന്നാൽ നമുക്കൊരു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനിഷ്ടമായേക്കാം, നമുക്കതിനോട് വെറുപ്പായേക്കാം. ചിലപ്പോ ജീവിതയാത്രക്കിടയിൽ നമുക്ക് നമ്മുടെ വയസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ല, ചിലപ്പോ ആരോഗ്യ സംരക്ഷണം എന്നോണം നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാക്കാം, ചിലത് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നാക്കാം. അത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആധുനിക ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഡിവൈസുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് പല ഇഷ്ടങ്ങളും നമ്മുടെ ഇടയിൽ വന്നു ചേർന്നേക്കാമെന്നതാണ്. ഇതിനൊക്കെ ഹുബ്, ഇഷ്ടമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഖുർആൻ ഇതിനെ ഹുബ് ശഹവാത്ത് അഥവാ ഒരു നമുക്കിടയിൽ കാമനകളുടെ സ്നേഹം എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മവദ്ദത്ത് എന്നുള്ളത് അത് വെറും സ്നേഹമല്ല, പെരുകിക്കൂടുന്ന, കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇതിനെ നമ്മുടെ ഇടയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് പ്രകടിപ്പിക്കേണ്ട, നമ്മൾ ഉള്ളിലെടുത്ത് വെക്കേണ്ട, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നല്ല മവദ്ദത്ത് എന്നുള്ളത്. അത് നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ചില മാതൃകകളുണ്ട്. ലോകത്തിന്റെ ആത്മീയാചാര്യനായ, ലോകത്തിന്റെ വിമോചന പോരാളിയായ, വിമോചനത്തിന്റെ വഴികാട്ടിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പരിചയപ്പെടുത്തി തന്ന അനേകം മാതൃകകളുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണെന്നുള്ളതാണ്. ഒരിക്കല് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ വെള്ളം കുടിക്കുകയാണ്. ആ വെള്ളം കുടിക്കുമ്പോ ആയിഷയുടെ കയ്യിൽ നിന്നും ആ വെള്ളത്തിന്റെ കോപ്പ പിടിച്ചു വാങ്ങിക്കൊണ്ട് ആയിഷ എവിടെയാണോ ചുണ്ടുവെച്ച് കുടിച്ചത് അവിടെ തന്നെ റസൂലും ചുണ്ടുവെച്ച് കുടിച്ച സന്ദർഭം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമല്ല മറ്റൊരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിചയപ്പെടുത്തുന്നത് ആയിഷ മാംസ കഷ്ണം ഭക്ഷിക്കുന്ന ഇടയിൽ അതും പിടിച്ചു വാങ്ങി റസൂൽ എവിടെയാണോ ആയിഷ ഭക്ഷിച്ചത് അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അവിടെ തന്നെ പല്ലുവെച്ച് ഭക്ഷിക്കാൻ റസൂൽ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ ആധുനിക ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ റൊമാൻസ് എന്നുള്ളതാണ്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ വലിയ മാതൃകകളാണ്. ദാമ്പത്യത്തിൽ നമ്മളെ ഇണതുണകൾക്കിടയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബന്ധത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ചില അടയാളങ്ങളാണ് റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇങ്ങനെ അനേകം മാതൃകകൾ. ഒരിക്കലും റസൂൽ തന്റെ ഇണയുമായിട്ടിരിക്കുന്ന സമയത്ത് ഓട്ട മത്സരം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ റസൂൽ വിജയിക്കുന്നു, മറ്റൊരു ഘട്ടത്തിൽ ആയിഷ വിജയിക്കുന്നു. എന്നിട്ട് ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് റസൂൽ പറയുന്നത്, ഇത് മറ്റു പല സംഭവ വികാസങ്ങളും അതിനിടയിലുണ്ട്, പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് റസൂൽ ആയിഷയ്ക്ക് കൊടുത്തൊരു നിർദ്ദേശം എന്നുള്ളത്, പ്രിയപ്പെട്ടവളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരാൾ പിന്നിലും മറ്റൊരാൾ മുന്നിലും ഓടേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ ഒരാൾ ജയിക്കുകയും മറ്റൊരാൾ തോൽക്കുകയും ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ ഒപ്പമുള്ള ഇണതുളങ്ങൾക്കിടയിലുള്ള ജീവിതം എന്ന് റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ഒപ്പം ചേർന്ന്, തോളോട് തോൾ ചേർന്ന് നമുക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് ജീവിത ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെന്ന വലിയ പാഠം റസൂൽ അവിടെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവർ, അങ്ങനെ താങ്ങായി തുണയായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം നൽകുന്ന, മറ്റു ഘട്ടങ്ങളിലൊന്നും ഇല്ലാത്ത വലിയ പല സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന ഒന്നാണ് നമ്മുടെ ദാമ്പത്യം എന്നുള്ളത്. ഇണകൾക്ക് പല സ്വാതന്ത്ര്യങ്ങളും പടച്ചറബ് സംവിധാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ റസൂലുമായിട്ട് ഇങ്ങനെ വർത്തമാനം കുറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആയിഷ ചിലപ്പോ പറയാറുണ്ടത്രേ, അൻതല്ലദീ തസ്ഉമു അന്നക റസൂലുള്ളാഹ് എന്ന്, അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട് ട്ടോ എന്നിങ്ങനെ തമാശ പൂർവ്വം പറയാറുണ്ടത്രേ. നമുക്കിത് കേൾക്കുമ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. സുബ്ഹാനല്ലാഹ്, റസൂലിനെ, അള്ളാഹുവിന്റെ റസൂലിനെ പറയുകയാണ് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിന് റസൂല് കൊടുക്കുന്ന മറുപടി എന്തെന്ന് വെച്ചാൽ റസൂല് പറയുന്നത് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് റസൂല് പറയുന്നത്, എന്റെ ആയിഷ ഇങ്ങനെയാണ്, എന്റെ ആയിഷ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുക, അവൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രൂപത്തിലുള്ള മറുപടികളാണ് റസൂല് നൽകിയിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. നമുക്ക് നമ്മുടെ ഇണയുമായിട്ട്, തുണയുമായിട്ട് നമ്മൾ എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കിടയിലൊക്കെ ഒരു നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രശ്നവൽക്കരിക്കാനാണോ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ആലോചിക്കേണ്ട, നമ്മൾ സ്വന്തം തന്നെ ആത്മവിചിന്തനം ഓരോരുത്തരും നടത്തേണ്ട വലിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ റസൂൽ സല്ലല്ലാഹു ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹു ഇതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റസൂൽ ചോദിക്കുന്നുണ്ട്, അല്ലയോ ആയിഷ, നീ എന്നെ ഇഷ്ടപ്പെടുന്നതും നീ എന്നോട് അനിഷ്ടം കാണിക്കുന്നതും ഞാൻ അറിയുന്നുണ്ട് ട്ടോ എന്ന് റസൂൽ പറഞ്ഞപ്പോ ആയിഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് റസൂലെ താങ്കൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂല് പറയുന്നത്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പറയുക, റബ്ബ് മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ടാണ് നീ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറ്. എന്നോട് അനിഷ്ടമാണെങ്കിൽ നീ പ്രാർത്ഥിക്കാറ് റബ്ബ് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബ്, ഇബ്രാഹിമിന്റെ പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കാറ് എന്ന് പറഞ്ഞപ്പോ, അതല്ലേ ആയിഷ എന്ന് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞു, അതേ റസൂലെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യലുണ്ട്, എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നിലക്ക് പോലും തങ്ങളോടൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ എന്റെ ഹൃദയത്തിൽ പിടിച്ചു വെക്കാൻ, അങ്ങനെ ഒരു മോശമായിട്ടുള്ള എന്റെ ഹൃദയത്തിൽ വലിച്ചു കൂട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും കൂടുതൽ അങ്ങേക്ക് അടുക്കാൻ, അങ്ങിലേക്ക് കൂടിച്ചേരാനാണ് ഞാൻ ശ്രമിച്ചിരുതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ അനേകം മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ആയിഷ തന്നെ പറഞ്ഞു വെച്ച അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇതല്ലാത്ത മറ്റൊരു ഘട്ടത്തിൽ ആയിഷ ചോദിക്കുന്നത്, എനിക്ക് താങ്കളോട് വലിയൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ആയിഷ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ റസൂൽ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചോദിക്കുന്നത് ആയിഷ? നിന്നോട് സ്നേഹമില്ലായ്മയോ? നിനക്ക് എന്നോട് പെരുത്ത്
എനിക്ക് നിന്നോട് പെരുത്തിഷ്ടമാണെന്ന് റസൂല് പറയുമ്പോ അത് താങ്കൾ എങ്ങനെയാണ് വാക്കിൽ പ്രകടിപ്പിക്കുക എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ അതിന് റസൂൽ കൊടുക്കുന്ന മറുപടി, ആയിഷ, ഒരു കെട്ട് പോലെയാണത്. നമ്മൾ നൂലുകൊണ്ട് കെട്ടാറില്ലേ, ആ കെട്ട് നമ്മൾ എത്ര വലിച്ചാലും അത് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് വലത്തോട്ട് വലിച്ചാലും ഇടത്തോട്ട് വലിച്ചാലും അത് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുക. ഇതുപോലെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധമെന്ന് റസൂല് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പല ഉദാഹരണങ്ങളും വെച്ച് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ദാമ്പത്യത്തെ വർണ്ണാഭമാക്കാൻ, വർണ്ണശോഭമാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സുന്ദരമായ ദാമ്പത്യം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് റസൂൽ തന്നെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ആയിഷ റസൂലിന് വേണ്ടി 9 ഈത്തപ്പഴം എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ റസൂല് പുറത്തുപോയി തിരിച്ചു വരുമ്പോ റസൂലിന് ഇത് കൊടുക്കുന്നു. റസൂല് ഭയങ്കര വിശന്നുകൊണ്ടാണ് വന്നത്. അപ്പൊ ആ 9 ഈത്തപ്പഴവും റസൂൽ ഭക്ഷിച്ചു തീർത്തു. അപ്പോ എന്നിട്ട് ആ ഭക്ഷണം മൊത്തം കഴിച്ചതിന് ശേഷമാണ് റസൂൽ ആലോചിക്കുന്നത്, എന്റെ പ്രിയതമക്കളത് ഞാൻ മാറ്റിവെച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോ വളരെ സങ്കടപൂർവ്വം റസൂൽ ആയിഷയോട് ചോദിക്കുന്നത്, നിനക്കുള്ള വിഹിതം നീ മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാം ഭക്ഷിച്ചു തീർത്തല്ലോ എന്ന് റസൂൽ പറയുമ്പോ ആയിഷ കൊടുക്കുന്ന മറുപടി, എനിക്ക് ഈത്തപ്പഴമൊന്നുമല്ല പ്രിയനെ വേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവൻ, എനിക്ക് നിങ്ങളുടെ ഈത്തപ്പഴമൊന്നുമല്ല വേണ്ടത്, മറിച്ച് താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ, സ്വർഗത്തിൽ താങ്കളോടൊപ്പം ജീവിക്കാനുള്ള സൗഭാഗ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ആയിഷ പറഞ്ഞ സന്ദർഭം നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റൊരിക്കലും റസൂല് ആയിഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണും നോക്കി അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മള് പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ അള്ളാഹുവെ ഹംദ് ചെയ്യുന്ന, അള്ളാഹുവെ സ്തുതിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മള്. വ്യത്യസ്ത സമയങ്ങളിൽ അള്ളാഹുവെ സ്തുതിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിന് ശേഷം റസൂൽ പങ്കുവെച്ച മറ്റൊരു വസ്തുതയുണ്ട്. റസൂൽ ഇതിന് ശേഷം അൽഹംദുലില്ലാഹ് പറഞ്ഞതിന് ശേഷം റസൂൽ പറയുന്നത്, അല്ലദീ റസഖനി ഹുബ്ബു ആയിഷ എന്നുള്ളതാണ്. നിന്റെ സ്നേഹം എനിക്ക് തന്ന പടച്ചവനാണ് സർവസ്തുതിയും എന്നാണ് റസൂൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഇണയോട് നമുക്കിങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടോ, നിന്റെ സൗഹൃദത്തെ, നിന്റെ സൗഭാഗ്യത്തെ, നിന്റെ സുന്ദരമായ സൗഭാഗ്യത്തെ എനിക്ക് തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യമായിട്ടുള്ള, ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ടുള്ള നമ്മൾ ഒപ്പം കിടപ്പറ പങ്കിടുന്ന ആളുകളാണെന്നുള്ള ബോധത്തിൽ നമുക്ക് തോളോട് തോൾ ചേർന്ന് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇത്രയും ഗൗരവപൂർവ്വം ഈ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ആധുനിക ലോകത്ത് കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ മുന്നത്തെ ഖുതുബയിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല പുതിയ പദപ്രയോഗങ്ങൾ കൊണ്ടും നമ്മൾ ലിവിങ് ടുഗദർ പോലെ അല്ലെങ്കിൽ മറ്റു പല പദങ്ങളും കൊണ്ട് ഒന്ന് ജീവിച്ച് നമ്മളൊന്ന് പരീക്ഷിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഘട്ടത്തെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കണം. ഇസ്ലാം പഠിപ്പിച്ച സുഖസുന്ദരമായിട്ടുള്ള ദാമ്പത്യത്തെ നമുക്ക് പണിയാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മവദ്ദത്ത് എന്നുള്ളത് പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്. ഈ മവദ്ദത്ത് നമ്മൾ എപ്പോഴേക്കാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്, നമ്മുടെ ഏത് സമയത്തേക്കാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. നമുക്കത് തുറന്നു കാണിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ, നമ്മൾ ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിലേക്കാണോ നമ്മളിത് മാറ്റിവെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ആരോഗ്യമുള്ളപ്പോ സുന്ദരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് മവദ്ദത്ത് കൈമാറാൻ സാധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തം തന്നെ ആലോചിക്കേണ്ട വലിയ ചോദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ഇണയോട്, നമ്മുടെ തുണയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രയാസത്തിലും, എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ സന്തോഷത്തിലും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത. നമ്മെ കണ്ടു വളരുന്ന നമ്മുടെ ഒരു പിൻതലമുറയുണ്ട്, നമ്മുടെ പിന്നിൽ വരുന്ന ഒരു തലമുറയുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അവര് ഇത് കണ്ടു വളരണം. നമുക്കിടയിലുള്ള ആ ഒരു സുന്ദരമായ ജീവിതത്തെ അവർ കണ്ടു വളരുന്നുണ്ട്. അവർക്കും ജീവിതത്തിൽ വലിയ വെളിച്ചമായി താങ്ങായി തണലായി മാറാൻ ഈ ഒരു സൗഹൃദം കൊണ്ട് സാധിക്കണമെന്നുള്ളതാണ്. നാളെ അവർക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇത് വലിയ വെളിച്ചമാക്കി മാറ്റാൻ സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നാളെ സ്വർഗത്തോളം നമുക്ക് ശാശ്വതമാകുന്ന ദാമ്പത്യം ഓരോരുത്തർക്കും കെട്ടിപ്പടുക്കാൻ സാധിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞുകൊണ്ട് തീർക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. പരസ്പരം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ. അത് ഒന്ന് ഒരു പുഞ്ചിരി കൊണ്ടോ, ഒരു സലാം കൊണ്ടോ,
തീർക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ അതൊക്കെ തിരുത്തി സുന്ദരമായ ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ ആയിഷ റസൂലിനോട് പറഞ്ഞതുപോലെ നാളെ സ്വർഗത്തിൽ നമ്മുടെ പ്രിയതമയോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ഇഹത്തിൽ സന്തോഷവും പരത്തിൽ സ്വർഗവും നമുക്ക് ലഭിക്കുന്ന ദാമ്പത്യമാക്കി നമ്മുടെ ദാമ്പത്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി തിരുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നാഥാ, ഞങ്ങൾക്കിടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ രോഗങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥാ. ഞങ്ങൾക്കിടയില് ആരോഗ്യ പ്രയാസം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ആരോഗ്യത്തൊക്കെ നീ നല്ല രീതിയിലാക്കി കൊടുക്കണേ നാഥാ. ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ മക്കള് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അവരുടെ പഠനത്തിലൊക്കെ എളുപ്പവും വളരെ സുന്ദരമായിട്ടുള്ള ഭാവിയും അവർക്ക് നീ പ്രദാനം ചെയ്യണേ നാഥാ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد عباد الله أوصيكم ونفسي وثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് തുയ്യിബ് സറാഹും വജിഅൽ ജന്നത മഖ്വാഹും. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين وأدخلنا الفردوس يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.